ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായ മെത്തേഡിൽ എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ്. അപ്പോൾ ബാച്ചിലേഴ്സിന് പോലും നല്ല ടേസ്റ്റിയിൽ നല്ല ക്രിസ്പി ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1.5 ടീസ്പൂൺ നല്ല ചുവന്നുള്ളി നല്ല പേസ്റ്റ് പോലെ അരച്ചതും 1.5 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചുവന്നുള്ളി ഒന്ന് ചതച്ചേക്കാണ്, നന്നായി പേസ്റ്റ് പോലെയാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് ആ സമയത്ത് വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചതച്ചെടുത്തത്. ഇനി നമുക്കതൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് മൂടി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 ഗ്രാമ്പു നല്ല പൊടിച്ചിട്ടേക്കണത്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ കടലമാവ്, 3 ടേബിൾ സ്പൂൺ തൈര്. കുറച്ച് പുളിയുള്ളതായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായി കുഴച്ച് വയ്ക്കുക. അപ്പോൾ ഈ ചിക്കനിൽ വെള്ളം സ്വല്പം ഇറങ്ങിയിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ 20 മിനിറ്റ് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെച്ചതാണല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു 4 മണിക്കൂറെങ്കിലും മൂടി വെച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഓവർനൈറ്റൊക്കെ വെച്ചാലും അത്രയും ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. മിനിമം ഒരു 4 മിനിറ്റെങ്കിലും നമ്മളിത് മാരിനേഷൻ വെക്കണം. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നല്ല ഹാർഡായ ചിക്കൻ ആണെങ്കിൽ ഒരു 4 മണിക്കൂർ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. വെറുതെ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ചതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. അതായത് ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായി വേവും. ഈ കടലമാവും കോൺഫ്ലോറൊക്കെ ഉള്ള കാരണം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും ചിക്കൻ. നൈറ്റ് വരെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് പെട്ടെന്ന് കേടാവുന്നില്ല. പിറ്റേ ദിവസമായാലും ബാക്കിയുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. എണ്ണ ഒന്ന് ഒഴിക്കണം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും നമുക്ക്. ഇപ്പം നമ്മൾ 2 ഭാഗവും മറിച്ചിട്ട് 10 മിനിറ്റോളം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഭാഗം മറിച്ചിട്ട് നന്നായിട്ടാണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് മുറുക്ക് പോലെ നമുക്ക് വറുത്ത് കിട്ടും. ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്നുണ്ടല്ലേ, നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. എന്നാലും നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യുള്ളൂ. കാരണം അത്രയും ടേസ്റ്റാണ്. പെട്ടെന്ന് പണി കഴിയും. പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച് എത്രത്തോളം വെക്കുന്നു അത്രയും ടേസ്റ്റാണ്. ഓവർനൈറ്റൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ചിക്കനിലേക്കൊക്കെ എല്ലാ മസാലയും ഇറങ്ങും. ഇത് മിനിമം ഒരു 4 മണിക്കൂർ നിങ്ങൾ എന്തായാലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.